പക്ഷേ നോക്കൂ, ഇവിടെ നേരത്തെ ഉണ്ണി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സംശയാസ്പദമാണ് കാര്യം. അതെ അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണി ഒരു മഹാഗഡ്ബന്ധനായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത പൂർണ്ണമായും തിരിച്ചറിയുന്ന ആളാണ്. അപ്പോൾ നിതീഷിനെ ഈ നിലയിൽ മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ നോക്കൂ, ഇപ്പോൾ നിതീഷിനെ മാത്രമല്ല, JDU ജനതാദൾ യുണൈറ്റഡ് ഇപ്പോൾ BJP പക്ഷത്തേക്ക് പോവാണ്. JDS എന്ന് പറയുന്ന ജനതാദൾ സെക്യുലറിനെ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സോഷ്യലിസ്റ്റ് പാർട്ടികളെ ഇതിനകം തന്നെ BJP വലയിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ബിജു ജനതാദൾ എന്ന് പറയുന്ന മറ്റൊരു സോഷ്യലിസ്റ്റ് പാർട്ടി ഇപ്പോൾ തന്നെ BJPയുടെ പോക്കറ്റിലാണ്. ഏത് ഘട്ടത്തിൽ ആവശ്യം വരുന്നോ അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബിജു ജനതാദളിനെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആകെ ബാക്കിയുള്ളത് ആരാണ്? ഒരു SP ബാക്കിയുണ്ട്, ഒരു RJD ബാക്കിയുണ്ട്. ഇതിനകത്ത് RJDക്ക് മാത്രമേ BJP വിരുദ്ധതയുടെ ഒരു തുടർച്ച അവകാശപ്പെടാൻ സാധിക്കുന്ന പാർട്ടിയുള്ളൂ. SP ഒക്കെ പല ഘട്ടങ്ങളിലും നമുക്കറിയാമല്ലോ, വാജ്പേയിയുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയും കൊടുക്കൽ വാങ്ങൽ നടത്തിയിട്ടുള്ള പാർട്ടിയാണ്. ഇവിടെ അപ്പോൾ കൊണ്ടുവരാകുന്ന JDUവിനെ കൊണ്ടുവരുന്നു, JDSനെ കൊണ്ടുവരുന്നു. ബംഗാളിലെ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് തൃണമൂൽ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് നിർത്താൻ കഴിയുവാണെങ്കിൽ, അവിടെ ലെഫ്റ്റും കോൺഗ്രസും മൂന്നാമത്തെ കക്ഷിയായി നിൽക്കുകയാണെങ്കിൽ അവിടെ മതേതര വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താ പ്രശ്നം? അവരുടെ 303 അതിന് കോട്ടം തട്ടാതിരിക്കുക, പറ്റുമെങ്കിൽ 350 എത്തിക്കുക. ഇതാണല്ലോ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ പറയുന്ന ബംഗാളിലെ 18 സീറ്റുകൾ ആ നിലയിൽ നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം എന്താണ്? CPMനെയും കോൺഗ്രസിനെയും ഒന്നിച്ചേർത്തുക. അങ്ങനെയാണെങ്കിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സ്വാധീനിക്കുന്ന പല മണ്ഡലങ്ങളിലും വോട്ട് സ്പ്ലിറ്റ് ഉണ്ടാകും, BJPക്കൊക്കെ അവിടെ ജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നേരത്തെ തന്നെ മഹാരാഷ്ട്രയിൽ സാധ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതാണ് ഉണ്ണി? യു പിയിൽ ഏതായാലും പ്രാണപ്രതിഷ്ഠാ തരംഗം ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുകയാണ്. ആ നിലയിലുള്ള പോളറൈസേഷൻ അവിടെ ഉണ്ടായാൽ സുഖമായി BJPക്ക് നേരത്തെ ഉണ്ടായിരുന്ന 72 എത്താൻ സാധിക്കുന്നില്ല. രണ്ടാമത്തേത് ബീഹാറാണ്. ബീഹാറിൽ ഈ നിലയിലുള്ള രാഷ്ട്രീയ നീക്കം നമ്മൾ പ്രതീക്ഷിച്ചല്ലോ. ആ രാഷ്ട്രീയ നീക്കം നടത്താനുള്ള ഡൈനാമിസം BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. പിന്നീട് ഏതാണ്? മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ NCP. പക്ഷേ NCP ഒരു സംശയത്തിന്റെ നിഴലിലാണ്. ഇനി എന്ത് സംഭവിക്കും മഹാരാഷ്ട്രയിൽ നിന്നൂടെ ഒരാവശ്യമില്ലാതെയല്ലേ NCPയെ പിളർത്തിയത്? നമ്മൾ ആ ഘട്ടത്തിൽ NCPയെ പിളർത്തേണ്ട അജിത് പവാറിനെ എന്ന് പറയുന്ന ഒരു വിഴുപ്പ് മാറാപ്പിനെ BJPക്ക് കൊണ്ടുപോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? ഇപ്പുറത്തെ മഹാഗഡ്ബന്ധൻ ദുർബലമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ NCPയെയും ശിവസേനയും ദുർബലമാക്കുന്നു. ഈ നിലയിൽ ഓരോ സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ട ബംഗാളിലും നമ്മൾ പറഞ്ഞു, ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ കോൺഗ്രസുമായിട്ട് സഖ്യമില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് വലിയ വേറെന്തൊക്കെയോ ഉണ്ട് എന്നുള്ള. നമുക്ക് ഇനി 2 മാസമുണ്ട്. നമുക്കറിയാം ഈ സീറ്റ് വിഭജനം എന്നൊക്കെ പറയുന്നത് ഓരോ മിനിറ്റും പ്രാധാന്യമുള്ളതാണല്ലേ. നാമനിർദ്ദേശ പത്രിക 10 മണിക്കാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 9:50 വേണ്ട, പിൻവലിക്കുന്ന ദിവസം തീരുമാനിച്ചാൽ മതി. അങ്ങനെയാണ് അവിടെ നിതീഷ് കുമാർ ഒരു ജനറൽ മൂഡ് സെറ്റ് ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ ഈ അയോധ്യ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള ജനറൽ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇൻ ഫേവർ ഓഫ് BJP ആണ്. അവിടെ നിന്ന് വലിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ അത്രത്തോളം വലിയ പൊളിറ്റിക്കൽ വെയിറ്റേജ്. ഇപ്പുറത്ത് ആരാ സംഭാഷണം നടത്താൻ പോകുന്നത്? അധീരഞ്ജൻ ചൗധരി വേഴ്സസ് ഡെറിക് ഒബ്രിയാൻ വലിയ രീതിയിലുള്ള ചർച്ച അവിടെയാണ് പറഞ്ഞത്. അതായത് ഇന്നലെ മമതാ ബാനർജി പറയുന്നത് ഞങ്ങൾ ഇനി സീറ്റ് വിഭജനത്തില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിക്കോളാന്ന് പറയുന്നത്. നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ച പോലെ ഡെറിക് ഒബ്രിയാൻ പറയുന്നത് ഇനിയിപ്പോ കോൺഗ്രസ് നേതാക്കളൊന്നും ഇങ്ങോട്ട് വരണ്ട. അധീരഞ്ജൻ ചൗധരിയാണ് ഗ്രേവ് ഡിഗർ. 3 ശത്രുക്കൾ, 3 BJPയുടെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ നേതാവിനെ ഗ്രേവ് ഡിഗർ എന്നാണ് പറയുന്നത്, ശവക്കുഴി തോണ്ടുന്നവൻ എന്നാണ് വിളിച്ചത്. അതെ അതെ. അപ്പൊ അത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിതീഷ് ഇപ്പൊ പറയുന്നത് സീറ്റ് വിഭജന ചർച്ച വൈകുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. കർപ്പൂരി താക്കൂർ ബീഹാറിലൊക്കെ സീറ്റ് വിഭജന ചർച്ച ഏതാണ്ട് അനൗപചാരികമായി പൂർത്തിയായി. 17-15 ഇത് മാത്രവുമല്ല, ഞാൻ ഒന്നുകൂടി പറയാം. ഈ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിച്ചത് വെറുതെ ആണെന്നാണോ നമ്മൾ കരുതുന്നത്? കാസ്റ്റ് സെൻസസ് വരുമ്പോൾ തന്നെ നിതീഷ് കുമാർ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പിന്മാറുമ്പോൾ തന്നെ ഈ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവണം. കർപ്പൂരി താക്കൂറിലൂടെയാണ് ആദ്യത്തെ സൂചന കൊടുക്കുന്നത് നിതീഷ് കുമാർ. നന്ദി പറഞ്ഞു. 2005 മുതൽ മാത്രമല്ല, UPA സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർപ്പൂരി താക്കൂറുമായിട്ട് വൈകാരിക ബന്ധമുള്ള നിതീഷ് കുമാർ പറയുമ്പോൾ സ്വാഭാവികമായി ബീഹാർ ജനത വിശ്വസിക്കും. സ്വിച്ച് ഓവർ ചെയ്യാനുള്ള ഒരു മാത്രമല്ല 2022 NDAയെ ഭിന്നിപ്പിച്ചുകൊണ്ട് JDU ഇപ്പുറത്തേക്ക് വരുന്നു, RJDയുമായിട്ട് സഖ്യം ഉണ്ടാക്കുന്നു. അന്ന് അമിത്ഷാ പറഞ്ഞത് ഇനി മേലാൽ NDAയുടെ ഭാഗമാക്കില്ല നിതീഷ് കുമാറിനെ എന്നാണ് പറഞ്ഞത്. അത് ബീഹാറിൽ പാറ്റ്നയിൽ വെച്ചാണ് പ്രഖ്യാപിക്കുന്നത്. 5 ദിവസം മുമ്പ് അമിത്ഷാ എന്താ പറയുന്നത്?
പറയുന്നത് NDAയിലേക്ക് നിതീഷിന് വരാം ഇനിയാണ് ഫേസ്. ഇനിയിപ്പോ ഇപ്പുറത്താണെങ്കിൽ എന്താ സ്ഥിതി? ഇപ്പുറത്തും തേജസ്വി ഫേസൊന്നും യാദവാണ് അടുത്ത മുഖ്യമന്ത്രി ആകുന്നു എന്നുള്ള പ്രശ്നം വരുന്നു. അവിടെയാണ് ഈ അധികാരം പറയുന്ന ഇല്ലാതാകുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രി, തേജ് പ്രതാപ് യാദവ് ക്യാബിനറ്റ് മന്ത്രി, നമ്മുടെ മിസ ഭാരതി രാജ്യസഭാ മെമ്പർ. കറക്റ്റാണ് ഈ പറയുന്ന കുടുംബാധിപത്യം എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുമ്പം യഥാർത്ഥത്തിൽ അത് നെഹ്റു കുടുംബമായിട്ട് ബന്ധപ്പെട്ടേ അല്ല. അത് കൃത്യമായി ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്നു. അതായത് എന്നെ മാറ്റിക്കൊണ്ട് ഇവരിവിടെ കുടുംബാധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു ഇപ്പോഴാണ് എന്നാണ് തിരിച്ചറിയുന്നത് പറയുന്നത്. എന്നുള്ളതാണ്. അല്ല, അത് ഇപ്പൊ പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചാൽ, എനിക്കൊരു റോള് ദേശീയ തലത്തിലൊരു റോൾ രൂപപ്പെടാൻ പോകുന്നുവെന്നും ആ റോളിലേക്ക് ഞാൻ മാറുകയാണ് എന്നും ഇനിയിപ്പോൾ തേജസ്വി യാദവ് സംസ്ഥാനത്തെ കൊണ്ടുപോകട്ടെ എന്നും എനിക്കിത് രണ്ട് കാര്യങ്ങളും കൂടി ചെയ്യാൻ കഴിയില്ല എന്നും ഏറ്റവും അടുത്ത വൃത്തങ്ങളോടും പത്രപ്രവർത്തകരോടും പറഞ്ഞയാളാണ് നിതീഷ് കുമാർ 2 മാസം. അല്ലല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. കഴിഞ്ഞ നവംബറിൽ വേണം, അത് കഴിഞ്ഞിട്ട് വരാം. അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്തു. RJDയും JDUവും ലയിക്കാൻ തീരുമാനിക്കുന്നു. ദേശീയ തലത്തിലേക്ക് നിതീഷ് കുമാർ പോകുന്നു. തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. നവംബർ കഴിഞ്ഞ് 6 മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നിതീഷ് കുമാറിന് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാൻ വയ്യ. ലാലു പ്രസാദ് യാദവ് ഡിമാൻഡ് ചെയ്യുമല്ലോ. നോക്കൂ, ലാലു പ്രസാദ് യാദവ് നേരത്തെ RJD മുഖ്യകക്ഷിയായിരുന്ന ഘട്ടത്തിൽ തന്നെ നിതീഷ് കുമാർ അല്ലേ സീനിയർ ആയിട്ടുള്ള നേതാവ്. അതുകൊണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആട്ടെ എന്ന് തീരുമാനിച്ച് ലാലു പ്രസാദ് യാദവ്. പക്ഷേ നിതീഷ് കുമാർ BJP പക്ഷത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ട് ഓഫർ ചെയ്താണ് തേജസ്വി മുഖ്യമന്ത്രിയാക്കാം. 6 മാസം കഴിയുമ്പോൾ മുഖ്യമന്ത്രിയാക്കാൻ വയ്യ. അവിടെ എന്നുവെച്ചാൽ നിങ്ങൾ ദേശീയ തലത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കാനും വയ്യ. തിരിച്ച് BJPയിലേക്ക് പോകാന്നുള്ള. പിന്നെ കുടുംബാധിപത്യത്തെക്കുറിച്ച്, കുടുംബാധിപത്യം എന്ന് പറഞ്ഞാൽ യെദ്യൂരപ്പയുടെ മകനെ പിടിച്ച് കർണാടകത്തിലെ PCC പ്രസിഡന്റ് ആക്കുന്ന BJP കുടുംബാധിപത്യത്തെക്കുറിച്ച് എന്തർത്ഥത്തിൽ പറയുന്നു? Meet the editors.